ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കല TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നവ്യയെ തിരുത്താൻ അമ്മയോടും മകനോടും പറയാവുന്നുള്ള കാര്യം നമ്മുടെ നേനെ പറയുമ്പോൾ, വേണ്ട മോളെ, അതിൻ്റെ ആ പുറകെ പോയാൽ ശരിയാവില്ല, പിന്നെ അതിൻ്റെ കാരണം എന്താണെന്ന് മോളോട് ചേച്ചി തിരക്കും, പിന്നെ നമ്മൾ സത്യങ്ങളൊക്കെ പറയേണ്ടതായിട്ട് വരുമെന്നുള്ള കാര്യം മുത്തശ്ശൻ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അത് കേട്ടതിന് ശേഷം സാധാരണ പെൺകുട്ടികളെ പോലെ അവളെല്ലാം ഉൾക്കൊള്ളാൻ തയ്യാറാവുകയാണെങ്കിൽ അതുവരെ നമുക്ക് അഭിയെ അടിച്ച് വെളിയിൽ കളഞ്ഞിട്ട് നവ്യയും കുഞ്ഞിനെയും പൊന്നുപോലെ നോക്കാമായിരുന്നു എന്നൊക്കെ മുത്തശ്ശൻ നയനയോട് പറയുക. പക്ഷെ അവൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. എന്ത് സംഭവിച്ചാലും നഷ്ടം നമുക്ക് തന്നെയല്ലേ മുത്തശ്ശ എന്ന നയന എന്തായാലും പറഞ്ഞു. ചേച്ചിയുടെ കുഞ്ഞിനെ നോക്കാൻ ഇവിടെ ആളുണ്ടെന്നുള്ളത് ചേച്ചിക്ക് അറിയാം. അതുകൊണ്ട് ഉറപ്പായിട്ടും എല്ലാം അറിഞ്ഞതിന് ശേഷം ചേച്ചി എന്തെങ്കിലും കടുങ്കൈ ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണെന്ന കാര്യം നയന മുത്തശ്ശനോട് പറഞ്ഞു. തൽക്കാലം അത് ഒഴിവാക്കുകയല്ലേ നമ്മൾ ചെയ്യേണ്ടതെന്നും ചോദിച്ചു. അതും പറഞ്ഞ് ഇങ്ങനെ നമ്മുടെ നയന അവിടെ നിന്ന് പോയി. മുത്തശ്ശനാകെ സങ്കടത്തിൽ അവിടെ നിൽക്കുവാണ്. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കും നമ്മുടെ ദേവയാനി റൂമിലിരിക്കുക കേട്ടോ. റൂമിലിരുന്ന് ഇങ്ങനെ ദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുക. അപ്പോഴത്തേക്കും നയന പാവം ആദർശേട്ടന് വേണ്ടി പ്രാർത്ഥിക്കുകയാണെന്ന് പറഞ്ഞ റൂമിലേക്ക് ചെന്നു. അമ്മേ എന്ന് പറഞ്ഞ് വിളിച്ചു കേട്ടോ. അപ്പോൾ പ്രാർത്ഥന ഫലിച്ചമ്മയെന്ന് പറയാം കേട്ടോ നയന. എന്താ മോള് പറഞ്ഞതെന്ന് ചോദിക്കുമ്പം അത് ആദർശേട്ടൻ വിളിച്ചു എന്ന് നയന പറയുമ്പോഴത്തേക്കും ആണോ എന്ന് ചോദിച്ച് ചാടി എഴുന്നേറ്റ്, വിളിച്ചോ? വിളിച്ചു. നമ്മൾ പോലും അറിയാതെ ഇവിടെ ഒരാൾ എല്ലാ കാര്യങ്ങളും ശരിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു മുത്തശ്ശൻ എന്ന് പറയുമ്പം, മോളെ ആദർശ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയോ എന്ന് ചോദിക്കുമ്പോൾ, പുറത്തുള്ളത് കൊണ്ടല്ലേ എന്നെ വിളിച്ചത് എന്ന് നയന പറയുക. ആദർശേട്ടനെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു കുഴപ്പമില്ല അമ്മേ, സന്തോഷത്തോടെ ഇരിക്കാൻ എന്നെ വിളിച്ചു പറഞ്ഞ അമ്മയെന്നും പറയുമ്പോൾ അയ്യോ എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞേക്കോ ദേവയാനി. ബാക്കിയൊന്നും വിശദമായിട്ട് പറഞ്ഞിട്ടില്ല എന്നും നയന പറഞ്ഞു. ഇന്നിനി ഏതായാലും മനസമാധാനത്തോടെ കിടന്ന് ഉറങ്ങാലോ മോളെ എന്ന് ദേവയാനി പറയൂ കേട്ടോ. പിന്നെ ഇത്രയും നേരമേ ഞാൻ ദൈവങ്ങളെ നേരിട്ട് കണ്ടു മോളെ, അതുപോലെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ ദേവയാനി പറയുമ്പോൾ അവിടെ കാര്യങ്ങൾ കുഴഞ്ഞു മറിഞ്ഞപ്പോൾ തന്നെ മുത്തശ്ശൻ അതൊക്കെ അറിഞ്ഞമ്മേ, പിന്നെ നമ്മളോടൊന്നും പറയാതിരുന്നതാണെന്ന കാര്യം നയന പറയുക. ശരിക്കും പറഞ്ഞാൽ ആദർശേട്ടൻ്റെ അച്ഛനും ഇളയച്ചനും ഒക്കെ അറിയുന്നതിന് മുന്നേ തന്നെ മുത്തശ്ശൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞതാണെന്ന കാര്യവും നയന ഇങ്ങനെ ദേവയാനിയോട് പറഞ്ഞു. പിന്നെ അച്ഛനെ ഇവിടെയുള്ളതുപോലെ തന്നെ സ്വാധീനം അവിടെയുണ്ട് മോളെ എന്നൊക്കെ പറഞ്ഞ്, അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നും പറഞ്ഞു. പക്ഷേ ഒരു കാര്യം, നമ്മളെ സ്നേഹിക്കുന്നവർ മാത്രം തൽക്കാലം ഇത് അറിഞ്ഞാൽ മതി കേട്ടോ എന്ന് ദേവയാനി നയനയോട് പറയുവാണ്. പിന്നെ ജലജ അവൻ്റെ മോൻ്റെ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം പൊടിക്കൊന്ന് ഒതുങ്ങിയിട്ടുണ്ട് എന്ന് ദേവയാനി പറയുക. എങ്കിലും ആദർശ് ജയിലിൽ കിടക്കുന്നതിൻ്റെ സന്തോഷം എന്തായാലും അവളുടെ മനസ്സിലുണ്ടാവും. അതവൾ പുറമേ കാണിക്കാതിരിക്കുക. ഇപ്പോൾ അവൾ ശരിക്കും അഭിനയിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മോളുടെ ചേച്ചിയും അഭിയും ഒക്കെ ആദർശിൻ്റെ ജയിൽവാസം നമ്മൾ അറിയാതെ ആഘോഷിക്കുന്നുണ്ടാവുമെന്ന കാര്യവും ദേവയാനി ഇങ്ങനെ നയനയോട് പറഞ്ഞു. അഭിയെ ജയിലിൽ കിടത്തിയതിന് ദൈവം തിരിച്ചടി കൊടുത്തു എന്നൊക്കെയാണ് നവ്യ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പം അവരൊക്കെ നല്ലതുപോലെ സന്തോഷിക്കട്ടെ മോളെ എന്ന് ദേവയാനി പറഞ്ഞു കൊടുത്തു. അവരൊക്കെ നന്നായി ചിരിക്കുകയും ചെയ്യട്ടെ എന്ന്. അപ്പോൾ ഞാൻ പറയുന്നതേ മോളെ, ആദർശ തിരിച്ചു വന്നാലും 1-2 ദിവസം അവനെ ഒന്ന് മറച്ചു നിർത്തണമെന്ന് തന്നെയാണെന്ന് ദേവയാനി പറയുവാണ്. നമുക്ക് ആൾക്കാരുടെ സ്വഭാവം മനസ്സിലാക്കാനേ അത് നല്ലതാണെന്നും ദേവയാനി പറയുമ്പം അത് എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാമേ, ആദർശൻ വിളിച്ചല്ലോ, ഇനിയിപ്പോൾ എന്ത് നാടകം കളിക്കാനും ഞാൻ ഒരുക്കുമെന്ന് പറഞ്ഞു. പിന്നെ കഴിഞ്ഞ കുറേ മണിക്കൂറുകൾ തീ തിന്നല്ലേമേ നമ്മൾ കഴിഞ്ഞത്. ആദർശേട്ടൻ ആദ്യം വിളിച്ചില്ല, പിന്നീട് ജയിലിലാണെന്നൊക്കെ പറഞ്ഞു. അതിനിടയ്ക്കാണ് നന്ദുവിന് ആക്സിഡൻറ്റും ഇതെല്ലാം ഉണ്ടായത്. മൊത്തത്തിൽ തല വെട്ടിപ്പൊളിക്കുന്ന ഒരവസ്ഥയായിരുന്നു എനിക്കെന്നൊക്കെ നയന ഇങ്ങനെ പറയണു. പിന്നെ അതിൽ നിന്നാണ് ഇപ്പോൾ എന്തായാലും ഒരു മോചനം കിട്ടിയിരിക്കുന്നതെന്നും ദേവയാനിക്ക് ഒരുപാട് സന്തോഷം, നയനയ്ക്കും ആശ്വാസം, സന്തോഷം. അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ അഭി ഒന്നും അല്ലാത്തതുപോലെ ഇങ്ങനെ വരുക കേട്ടോ. അഭി ഇങ്ങനെ വന്നപ്പോൾ ജലജ അവിടെ ഇരിക്കണം. അപ്പോൾ ജലജ വന്ന്, നീ ഇവിടെ നിന്നിട്ട് എങ്ങോട്ടാടാ പെട്ടെന്ന് മുങ്ങിയതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാനൊരു കോള് വന്നിട്ട് പുറത്തോട്ട് പോയത് അമ്മയെന്ന് അഭി അമ്മയോട് പറഞ്ഞു. എൻ്റെ അമ്മ, ഞാൻ ഇന്നലെ അനാമികയുടെ വീട്ടിൽ പോയിരുന്നു. അയ്യോ, അവിടുന്ന് ഞാനൊരു കേക്കൊക്കെ മുറിച്ചിട്ടാണ് വന്നത് എന്ന് അഭി പറയാം. ആഹാ, നമുക്ക് ഇന്ന് ഇവിടെ ഒരു കേക്ക് മുറിക്കണ്ടേടാ എന്ന് ജലജ ചോദിക്കുമ്പം, അതിനിവിടെ കേക്കൊക്കെ മുറിക്കാൻ പറ്റുമോ അമ്മയെന്ന് ചോദിച്ചു അഭി. ഇനി അങ്ങനെ ചെയ്തു കഴിഞ്ഞാലേ ഞാൻ ചെയ്ത തെറ്റെന്ന് അഭി അറിയിക്കും അമ്മായി. അത് ശരിയാടാ, അപ്പോൾ അത് പറ്റത്തില്ല. എന്തായാലുവേ ഈ വീട്ടിലുള്ളവരൊക്കെ ഇപ്പം ജഡം കണക്കെയാടാ നടക്കുന്ന ചത്ത മാതിരി എല്ലാ എണ്ണം. അപ്പം നമുക്ക് മാത്രം എന്നും തിരിച്ചടി കിട്ടിയാൽ പോരല്ലോ അമ്മേ. തെറ്റ് ഇപ്പം ജയിലിൽ കിടക്കുന്നവൻ അവൻ്റെ എല്ലാ സ്ഥാപനത്തിൽ നിന്നും എന്നെ ഒഴിവാക്കി വിട്ടതല്ലേ തെറ്റ് ചെയ്തെന്നും പറഞ്ഞ് അവൻ്റെ അനിയനെ കൊണ്ട് ഇപ്പം എൻ്റെ ഉള്ള ജോലി കൂടി കളയിച്ചില്ലേ എന്നും ചോദിച്ചു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോഴത്തേക്കും പറഞ്ഞേക്ക് ജലജ, അതിനവൻ കുറച്ച് കാലം അകത്ത് കിടക്കുക തന്നെ വേണമെന്ന് പറയുമ്പോൾ നിന്നെ തരം താഴ്ത്തിയതിന് ശേഷമേ അവനൊരു തിരിച്ചടി കിട്ടാൻ വേണ്ടി ഞാൻ നേർച്ചയും വഴിപാടുമായിട്ട് നടക്കുമായിരുന്നു. എന്തായാലും
ഇപ്പോഴെങ്കിലും ദൈവം എൻ്റെ വിളി കേട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ജലജ ഭയങ്കര സന്തോഷം. അനാമികയുടെ അച്ഛനും അമ്മയും ഒക്കെ ഇപ്പോൾ വലിയ സന്തോഷത്തിലുള്ളത്. എന്ന് വെച്ചാലേ അത്രത്തോളമാണ് അവർ നിരാശരായി നടക്കുന്നത്. അനാമികയുമായിട്ടുള്ള ബന്ധം പിരിയുമ്പോൾ പോലും നഷ്ടപരിഹാരം എന്തെങ്കിലും കിട്ടുമെന്ന് ഉറപ്പൊന്നുമില്ല അവർക്ക്. അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവർക്ക് ഈ വാർത്ത വലിയൊരു വാർത്ത തന്നെയാണ്, ചെറിയ വാർത്തയൊന്നും അല്ല എന്ന് പറഞ്ഞു. അപ്പോൾ നയനയും ദേവയാനിയും കൂടെ ഇറങ്ങി വരിക. അപ്പോൾ അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ഇറങ്ങി വരുമ്പോൾ ഇവർ രണ്ടുപേരും കൂടെ സംസാരിക്കുന്നത് അവർ കേട്ടു. അപ്പോൾ ദേവയാനി പറഞ്ഞു, സങ്കടം നടിച്ച് വന്നാൽ മതി കേട്ടോ ഒന്ന് നയനയോട്. അപ്പോൾ ശരി അമ്മേ അത്രേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നയനയും ദേവയാനിയും കൂടി ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ. അപ്പോഴത്തേക്ക് ഇവർ വരുന്ന അഭി കണ്ടു. വേഗം തന്നെ സംസാരം അവിടെ വെച്ചങ്ങ് സ്റ്റോപ്പ് ചെയ്തു. അപ്പോൾ ഇവർ രണ്ടുപേരും ഭയങ്കര സങ്കടമൊക്കെ അഭിനയിച്ച് ദയനീയമായിട്ട് ഇവരുടെ മുന്നിലേക്ക് ഇറങ്ങി വരുന്നു. അമ്മയും മോനും കൂടെ ഇങ്ങനെ നോക്കി നിൽക്കുക. എന്തായി അമ്മായി, ആദർശനെ കുറിച്ച് പിന്നെ നിങ്ങൾ വിവരം അറിഞ്ഞായിരുന്നോ എന്ന് ചോദിക്കുക അഭി. അപ്പോൾ ഒരു വിവരവും അറിയില്ല, പെട്ടെന്ന് ജയിലിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റുമെന്നും അറിയില്ല എന്നൊക്കെ ദേവയാനി ഇങ്ങനെ പറയും കേട്ടോ. അമ്മയും മോനും കൂടി ഇങ്ങനെ ഓട്ടക്കണ്ണിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുക. ഇവറ്റകളുടെ നോട്ടവും ഭാവവും ഒക്കെ രണ്ടുപേരും ശ്രദ്ധിക്കുന്നുണ്ട്. അച്ഛന് ഗൾഫിലൊക്കെ വലിയ സ്വാധീനമൊക്കെ ആണല്ലോ, എന്നിട്ടും എന്താ പിന്നെ ഒന്നും നടക്കാത്തത് എന്ന് ജലജ ചോദിക്കുമ്പം ഇവിടുത്തെ നിയമം അല്ലല്ലോ അവിടെ എത്ര ഉന്നതൻ തെറ്റ് ചെയ്താലും കോടതി അതൊന്നും ക്ഷമിച്ചു കൊടുക്കില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് ശരിയാ അമ്മേ, അവിടെയൊക്കെ പോയി പെട്ട് കഴിഞ്ഞാലേ പിന്നെ രക്ഷപ്പെടാനൊക്കെ വലിയ പാടാ അമ്മേ എന്നൊക്കെ അഭി പറയുന്നു. എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേർക്കും സന്തോഷമായില്ലേ എന്ന് ദേവയാനി ഇങ്ങനെ ചോദിച്ചു. ഇവൻ 10-15 ദിവസം ജയിലിൽ കിടന്നതല്ലേ, ഇപ്പോൾ ആദർശ് അതിനേക്കാളും കൂടുതൽ കിടക്കുമെന്നും വ്യക്തമായല്ലോ. അപ്പോൾ നിങ്ങൾക്ക് സന്തോഷമായി കാണും അല്ലേ, അതും നാട്ടിലെ ഗൾഫിലും അല്ല, ഗൾഫിലെ ജയിലിൽ. ആ സന്തോഷം രണ്ടുപേരും അടക്കിപ്പിടിച്ച് നടക്കുന്നത് പുറമേ കാണിക്കാൻ ഒരു മാർഗവും ഇല്ലാത്തത് കൊണ്ടാണെന്ന് നയന പറയുമ്പം, എൻ്റെ നയനമോളെ ഇവൻ ചെയ്ത തെറ്റിൻ്റെ വലുപ്പം എന്താണെന്ന് എനിക്കറിയാവുന്നത് കൊണ്ടേ ആദർശിനോട് എനിക്കിപ്പോൾ നിങ്ങളെയൊക്കെ പോലെ സ്നേഹം തന്നെയാണെന്ന് ജലജ അങ്ങ് തട്ടി വിടുന്നു. എന്ന് വെച്ച് ഇവന് വേണ്ടി ത്യാഗം ചെയ്ത പയ്യനാണ് ആദർശ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ ഇന്ന് ഈ വീട്ടിൽ നിൽക്കുന്നത് പോലും ആദർശിൻ്റെ കൃപ കൊണ്ടല്ലേ എന്നൊക്കെ ചോദിച്ച്, അതറിയാവുന്ന എനിക്ക് ഒരിക്കലും ആദർശമാൻ ജയിലിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പം നിങ്ങളെ രണ്ടിനെയും കണ്ടു കഴിഞ്ഞാലേ ഞങ്ങൾക്കാകെ ശ്വാസം മുട്ടും, അതുകൊണ്ട് നീയൊക്കെ ഒന്ന് പോകാൻ നോക്കാനായിട്ട് പറയുവാണ് ദേവയാനി. അപ്പോൾ എന്നാൽ വാ മോനെ നമുക്ക് പോകാം എന്നും പറഞ്ഞിട്ട് രണ്ടെണ്ണങ്ങളും കൂടെ അവിടെ നിന്ന് അങ്ങ് പോകുമ്പോൾ ദേവയാനിയും നയനയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി ചിരിക്കുക. അപ്പോൾ മുകളിലേക്ക് കയറി ഇവരുടെ സങ്കടം നോക്കി കണ്ടിട്ട് എന്നും പറഞ്ഞിങ്ങനെ പോവുകയാണ് രണ്ടും. അപ്പോൾ ദേവയാനി നയനോട് പറയും, അവനെ ഉണ്ടല്ലോ മോളെ കുറച്ചുകൂടി മുന്നോട്ട് കൊണ്ടുപോകണം, അവരങ്ങ് സന്തോഷിക്കട്ടെ, മോളെയും എന്നെയൊക്കെ വെറുക്കുന്നവരെ ഇഷ്ടം പോലെ അങ്ങ് സന്തോഷിച്ചോട്ടെ. എന്നാലും മുത്തശ്ശൻ്റെ കാര്യം ഞാൻ ആലോചിക്കായിരുന്നു അമ്മേ. ആദർശേട്ടൻ ജയിലിലായ കാര്യം ആദ്യം അറിഞ്ഞത് മുത്തശ്ശനാ. എന്നിട്ടത് അറിയാത്തതുപോലെ മുത്തശ്ശൻ നടക്കുമായിരുന്നല്ലോ. മോളെ, മുത്തശ്ശനെ അവൻ ജയിലിൽ കിടക്കുന്നത് സങ്കല്പിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല. അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അവനെ രക്ഷിക്കാൻ നിസാരമായി കഴിയുമെന്ന് അച്ഛന് നന്നായിട്ട് അറിയാമായിരുന്നു. അല്ലെങ്കിൽ എത്ര അവസ്ഥത ഉണ്ടെന്ന് പറഞ്ഞാലും അടുത്ത ഫ്ലൈറ്റിന് അച്ഛൻ ദുബായിൽ എത്തിയേനെന്ന കാര്യമൊക്കെ ദേവയാനി ഇങ്ങനെ പറയാം. ആ സമയത്ത് നവ്യമോൾ അവിടെ ഭയങ്കര ഒരുക്കത്തിൽ. അപ്പോഴാണ് അഭിയും ജലജയും കൂടെ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. നിങ്ങൾ രണ്ടുപേരും വന്നു, നീ ഇതെവിടെ പോയതായിരുന്നടാ? അമ്മയാണെങ്കിലോ ഇവിടെ കിടന്ന് ജോലിയെടുത്ത് മടുത്ത് നടക്കുക. അപ്പോൾ പിന്നെ അമ്മയും കൂടെ കൊണ്ടുപോയി പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് വരാം, നിങ്ങളും വരാൻ പറഞ്ഞ നവ്യ. അപ്പോൾ അഭി ഇങ്ങനെ നോക്കുക കേട്ടോ. ക്രിസ്മസും ന്യൂ ഇയറും ഒന്നും നമുക്ക് അത്ര വലുതായിട്ട് ഒന്നിനും പറ്റിയില്ലല്ലോ. ഇനിയിപ്പോൾ ഈ ആഘോഷങ്ങളൊക്കെ നമുക്ക് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പറയുമ്പം ഇവർക്ക് നല്ല പൈസ കിട്ടി തുടങ്ങി, ഇവൾ മോഡലായതിനു ശേഷം ഒന്ന് അഭി അന്നേരം ജലജയോട് പറയാം. അപ്പോൾ ഒരുപാട് കോളൊക്കെ വരുന്നുണ്ടമ്മേ, നല്ല പൈസ തന്നാലേ പോകത്തുള്ളൂ എന്നുള്ള നിലപാടിലാണ് ഞാനുള്ളതെന്നും പറഞ്ഞിങ്ങനെ പറയുന്നു. അപ്പോൾ നവ്യെ, നീ ഇനി AM ജ്വല്ലറിയുടെ മോഡലായാൽ മാത്രം മതി കേട്ടോ, അത് തന്നെ നിനക്ക് നല്ലൊരു വരുമാനം ഉണ്ടാക്കി തരുമെന്നൊക്കെ അഭി ഇങ്ങനെ നവ്യയോട് പറയുന്നു കേട്ടോ. മോളെ, മൂർത്തീസ് ജ്വല്ലറിയുടെ എതിരാളികളല്ലേ അവർ. മൂർത്തീസ് ജ്വല്ലറി മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലാണെന്നും പിന്നെ അതിന് മൊത്തത്തിൽ മുക്കാൻ നമുക്ക് സഹകരിക്കാം മോളെ എന്നൊക്കെ ജലജ ഇങ്ങനെ നവ്യയോട് പറയുന്നു. അപ്പം എന്നും പറഞ്ഞു ഇവനും തലയാട്ടോ, ഞങ്ങൾക്ക് നിന്നെ പോലെ പരസ്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല, എന്നാൽ രഹസ്യമായിട്ട് നിന്നെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ പരസ്യമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്താൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു നവ്യ ഇവരോട്. അപ്പം അമ്മയും മോനോട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നോക്കുക കേട്ടോ. ഇവനെ കമ്പനിയിൽ ഒരു സ്റ്റാഫ് പോലും ആക്കാതെ ഇവൻ്റെ താഴെയുള്ളവൻ അവിടെ നിന്ന് പുറത്താക്കിയതല്ലേ എന്ന് ചോദിച്ചു നവ്യ. പിന്നെ അവരോട് എന്തിനാ ഇത് കാണിക്കുന്നത്? ഇതുപോലെ തന്നെ ഇവൻ ജയിലിലൊക്കെ കിടന്നതല്ലേ, അപ്പോൾ എന്നെക്കാളും കൂടുതൽ വാശി ഇവനും അമ്മയ്ക്കും ഇവിടെയുള്ളവരോട് ഉണ്ടാവേണ്ടതല്ലേ എന്ന് നവ്യ ചോദിക്കുമ്പം ആദർശ് ജയിലിലാണെന്ന് ഇവിടെ എല്ലാവരും അറിഞ്ഞതോടെ എല്ലാം നഷ്ടതുപോലെയാണ് നമ്മൾ തള്ളിക്കളഞ്ഞ എല്ലാവരുടെയും നടപ്പ്. ആ ഒരു ദേഷ്യം ചിലപ്പം എന്നെ അമ്മയൊക്കെ ഇവിടുന്ന് പുറത്താക്കിക്കൊണ്ടായിരിക്കും അവർ തീർക്കാൻ പോകുന്നത്.
വെറുതെ എന്തിനാ മുറിവിൽ കുത്തി നമ്മളിങ്ങനെ നോവിക്കുന്നത് എന്നൊക്കെ നവ്യയോട് അഭി ചോദിക്കുക. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെ അങ്ങ് പോട്ടെ, എന്താ നടക്കുന്നത് നമുക്ക് നോക്കാം. മൂർത്തി ജ്വല്ലറിയെ 1ാം സ്ഥാനത്ത് നിന്ന് 2ാം സ്ഥാനത്തേക്ക് മൂക്ക് കുത്തും, നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ താഴോട്ട് പോവുകയും ചെയ്യും. അതിനൊരു സംശയം വേണ്ട. ആ സമയത്ത് AM ജ്വല്ലറിയുടെ പരസ്യ മോഡലായി നീ തിളങ്ങണം, അതാണ് വേണ്ടത്. കൂടെ ഞാനും അവിടുത്തെ ഒരു സ്റ്റാഫായിട്ട് രംഗപ്രവേശനം ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതോടുകൂടി എല്ലാ കാര്യത്തിനും ഒരു തീരുമാനമാകുമെന്നൊക്കെ പറയാം. എന്നെ എന്നും 3ാമനായി കണ്ട, പുറമ്പോക്കായി കണ്ട ആനന്ദമൂർത്തി എന്ന മുത്തശ്ശന് ഞാൻ കൊടുക്കുന്ന സമ്മാനമാണതെന്നൊക്കെ പറഞ്ഞ് അഭി തൻ്റെ സങ്കടങ്ങളൊക്കെ ഇങ്ങനെ നിന്ന് പറയാം. എൻ്റെ പൊന്നെ, ഞാൻ പോകുന്നതെങ്ങാനും അവരാരേലും കണ്ട ഞാൻ പെട്ടത് തന്നെ. എന്നെ അവരാരും വിടാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. എന്തൊക്കെ പറഞ്ഞാൽ അമ്മ ഞങ്ങൾക്കൊപ്പം വന്നേ പറ്റുള്ളൂ എന്ന് നവ്യ. എന്നാൽ ശരി, ഞാൻ നോക്കട്ടെ മോളെ എന്ന് പറഞ്ഞു ജലജ ഒരുങ്ങാനായിട്ട് പോയി. അഭി ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. പിന്നെ കാണിക്കുന്നത് നന്ദു വന്ന് വിവരം പറയാം അമ്മയോടും അച്ഛനോടും. ആദർശേട്ടൻ വിളിച്ചു വന്നു. അപ്പോൾ ദേ ഒരു കാരണവശാലും ഇത് വേറെ ആരും അറിയരുത് ചേച്ചി, നവ്യേച്ചി ഒന്നും അറിയരുതെന്ന് ചേച്ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ടെന്നും നന്ദു ഇങ്ങനെ ഇവരോട് പറയൂ കേട്ടോ. അപ്പോൾ അങ്ങനെ പറയാൻ കാര്യമുണ്ട് മോളെ. അവിടെ ജലജയും അവൻ്റെ മോളും ഒക്കെ ആദർശ് മോൻ ജയിലിലായി എന്നറിഞ്ഞതിന് ശേഷം വലിയ സന്തോഷത്തിലായിരുന്നില്ലേ എന്ന് ചോദിക്കുക. പിന്നെ നവ്യ ഞാൻ ഇടയ്ക്ക് വിളിച്ചപ്പോഴും അവളോട് ചെയ്ത ചതിക്കാണ് നയനയ്ക്കും നന്ദൂട്ടനും ഒക്കെ ഈ തിരിച്ചടി കിട്ടിയതെന്ന് അവൾ പറയുന്നതെന്നൊക്കെ ഇങ്ങനെ കനക പറയണു. ഞാനിങ്ങനെ കിടന്നിട്ടും നവ്യേച്ചി ഇങ്ങോട്ടൊന്നും വന്നുപോലും ഇല്ലല്ലോ അമ്മ. എനിക്കതിൽ പരാതിയൊന്നുമില്ല. പക്ഷേ സത്യങ്ങൾ അറിയാതെ അഭി അവൻ്റെ അമ്മയും ചേച്ചി ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നത് കാണുമ്പോഴേ എനിക്ക് സങ്കടമെന്ന് പറഞ്ഞു നന്ദു. എന്തായാലും മോളെ, നമ്മുടെ പ്രാർത്ഥന ദൈവങ്ങൾ കേട്ടല്ല മോളെ എന്നൊക്കെ പറഞ്ഞിങ്ങനെ സമാധാനിപ്പിക്കുക കേട്ടോ. ഒരിക്കലും ജയിലിൽ കിടക്കേണ്ടവനല്ല നമ്മുടെ ആദർശമോ എന്ന് പറയുമ്പം സത്യം പറഞ്ഞാൽ ഈ വാർത്ത അറിയുന്നത് വരെ ജീവൻ പോയതുപോലെ നടക്കുമായിരുന്നു. ഇപ്പോഴാ ശ്വാസം ഒന്ന് നേരെ വീണതെന്നൊക്കെ പറയുമ്പം അനിയുടെ മുത്തശ്ശൻ്റെ സ്വാധീനമാണ് ആദർശേട്ടനെ രക്ഷിച്ചതെന്നാ ചേച്ചി പറഞ്ഞതെന്ന് പറയുമ്പം അത് പിന്നെ കൊച്ചുമോൻ ജയിലിലാണെന്ന് അറിഞ്ഞാൽ സാറ് പിന്നെ വെറുതെ ഇരിക്കുവോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു കനകയും ഗോവിന്ദേട്ടനും. അനന്തമൂർത്തി എന്ന് പറഞ്ഞാൽ നമ്മളൊന്നും കരുതുന്നത് പോലെ നിസ്സാരക്കാരനല്ലല്ലോ. ഇവിടെ മാത്രമല്ല, അദ്ദേഹത്തിന് ഗൾഫിലും നല്ല പിടിയുണ്ടല്ലോ എന്ന് പറഞ്ഞു കനകയോട് ഗോവിന്ദേട്ടൻ. ഭാഗ്യം, നയനമോൾക്ക് വയറ്റിലൊരു കുഞ്ഞുള്ളതുകൊണ്ട് ഈ സമയത്ത് ഇതുപോലെ വാർത്തകളൊന്നും അവൾ കേൾക്കാനേ പാടില്ലാത്തതായിരുന്നു എന്ന്. ഇപ്പോൾ എന്തായാലും എൻ്റെ മോൾക്ക് ഒരുപാട് സന്തോഷമായി കാണുമെന്നൊക്കെ ഇങ്ങനെ കനക പറയാം. ഇതറിയുന്നത് വരെ എന്തുമാത്രം എൻ്റെ മോൾ വിഷമിച്ചിട്ടുണ്ടാവുമെന്നൊക്കെ സങ്കടത്തോടെ പറഞ്ഞു. തീ തിന്നായിരിക്കും എൻ്റെ മോൾ ഓരോ നിമിഷവും തള്ളി നീക്കിയതെന്നൊക്കെ പറയുമ്പം അതുകൊണ്ട് വിളിച്ചപ്പോൾ വലിയ സന്തോഷത്തിലായിരുന്നു. സത്യം പറഞ്ഞാലേ ചേച്ചിയുടെ കോള് വന്നപ്പം എൻ്റെ നെഞ്ചൊന്ന് പെടഞ്ഞതാ. ഇനിയിപ്പോൾ പറയാൻ പോകുന്നത് എന്താണെന്നൊന്നും അറിയത്തില്ലല്ലോ. അതുമാത്രമല്ല, ഇതറിഞ്ഞതിന് ശേഷം നമ്മൾ ആരും അങ്ങോട്ട് വിളിച്ചതുപോലും ഇല്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ അതേപ്പറ്റിയൊക്കെ പറയാനാണെന്നാണ് ഞാൻ കരുതിയതെന്ന് പറയുമ്പോൾ എല്ലാം നമ്മൾ വിചാരിച്ചതുപോലെ ചിന്തിച്ചതുപോലെയൊക്കെ വന്നല്ലോ മോളെ. അതിന് ഈശ്വരനോട് നന്ദി പറയുക വേണ്ടതെന്നൊക്കെ ഇങ്ങനെ ഗോവിന്ദേട്ടനും കനകയും കൂടി അവിടെ നിന്നിങ്ങനെ പറയണം. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നയനയും ദേവയാനിയും കൂടെ അവിടെ ഇരുന്ന് ഫോൺ എടുത്ത് ആദർശനെ വിളിക്കും. അപ്പോൾ ആദർശനെ വിളിച്ചപ്പോൾ എനിക്ക് ഫോൺ എടുക്കാനോ അല്ലെങ്കിൽ നിങ്ങളെ വിളിക്കാനോ ഒന്നും പറ്റുന്നൊരവസ്ഥയിലായിരുന്നില്ല എന്നൊക്കെ ആദർശ് ഇങ്ങനെ നയനോട് പറയാം. അപ്പം ഞങ്ങളെല്ലാവരും ഭയങ്കര പേടിയിലായിരുന്നു ആദർശേട്ടാ. എൻ്റെ അടുത്ത് അമ്മയോട് ഞാൻ കൊടുക്കാവേ എന്ന് പറഞ്ഞുകൊണ്ട് നയന ദേവയാനിക്ക് ഫോൺ കൊടുത്തു. അപ്പോൾ മോനെന്ന് പറഞ്ഞ് വിളിച്ചു. അമ്മേ, ഇവിടെ എല്ലാവരും തീ തിന്നായിരുന്നു മോനെ. എൻ്റെ മോൻ ഇതുപോലുള്ള അവസ്ഥകളിലൊന്നും ഇനി ഒരിടത്തേക്ക് ഒറ്റയ്ക്കൊന്നും പോവരുത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ആദർശം ചിരിച്ചു. എൻ്റെ കാര്യം നീ വിട്ടേക്ക് മോനെ, മോളാണെങ്കിൽ ശരിക്കും ഇവിടെ ഇരുന്ന് തീ തിന്നുമായിരുന്നു എന്നൊക്കെ ദേവയാനി പറയണു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ആരോ നീ ജയിലിലാണെന്നൊക്കെ വിളിച്ചു പറയുകയും ചെയ്തെന്ന് പറയുമ്പം അതാരാണെന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്ന് പറയുകയാണ് ആദർശം. എന്തായാലും എന്നെ മാനസികമായിട്ട് തകർക്കാനാണ് നോക്കിയതെന്നും അങ്ങനെ തകർന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ പോലെ എത്രയും നാട്ടിലെയും ബിസിനസ് തകരുമെന്നുള്ളത് എതിരാളികൾക്ക് അറിയാം. അതാ അവർ ലക്ഷ്യം വെച്ചതെന്നുള്ള കാര്യം ദേവയാനിയോട് ആദർശ് പറയപ്പോഴാണ് നവ്യയും ജലജയും അഭിയും കൂടെ ഇറങ്ങി വരുന്ന ഒരുങ്ങിക്കെട്ടി. അപ്പോഴേക്കും ദേ അമ്മ അവർ വരുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദേ ഫോൺ അങ്ങ് കട്ട് ചെയ്തു. ഞാൻ പിന്നെ വിളിക്കാവേ എന്ന് പറഞ്ഞ് നയന പറഞ്ഞനുസരിച്ച് ദേവയാനി ഫോൺ അങ്ങ് കട്ട് ചെയ്തു. 3 പേരും കൂടെ കുഞ്ഞുവാവയും കൊണ്ട് വരുവാണ് പോവാനായിട്ടേ. അപ്പോൾ ഇവർ 3 പേരും കൂടെ വന്നപ്പം നയനയും ദേവയാനിയും ഇങ്ങനെ സങ്കടപ്പെട്ട് ഇങ്ങനെ അവിടെ അഭിനയിച്ച് അങ്ങനെ ഇരിക്കുന്നു. അപ്പോഴത്തേക്കും എങ്ങോട്ടാ എല്ലാവരും കൂടെ ചോദിച്ചു. അതെ, ഇവർക്ക് പുറത്തോട്ടൊന്ന് പോകണമെന്ന് പറഞ്ഞു, എന്തൊക്കെയോ പർച്ചേസ് ഉണ്ടെന്നാ പറഞ്ഞത് എന്നിങ്ങനെ ജലജ. അപ്പോൾ ഇങ്ങനെ നോക്കുക, പർച്ചേസിന് വേണ്ടി മാത്രമൊന്നുമല്ല, ഞങ്ങളൊന്ന് കറങ്ങാനും കൂടെ വേണ്ടിയിട്ടാണ് പോകുന്നത് അല്ലേടാ നവ്യ കൊച്ചിനോട് പറയുവാണ്. ഇതിനകത്ത് ഇരുന്നിട്ടെ ശരിയാവുന്നില്ല എന്ന് നവ്യ പറയുവാണ്. അപ്പോൾ അത് കേട്ടപ്പം അല്ല നീയും പോവാണോ ജലജേ എന്ന് ദേവയാനി ചോദിച്ചു. അത് പിന്നെ മോള് നിർബന്ധിച്ച് വിളിക്കുമ്പം അപ്പം നിന്റെ ജോലിയൊക്കെ കഴിഞ്ഞായിരുന്നോ എന്ന് ചോദിച്ചു ദേവേനെ. അപ്പം എല്ലാം തീർത്തു വെച്ചിരിക്കുക ഏട്ടത്തി എന്ന് ജലജ. അല്ല ഇന്നെ തീർന്നില്ലെങ്കിൽ ഇവിടെ മറ്റാൾക്കാരുണ്ടല്ലോ പണിയൊക്കെ ചെയ്യാനായിട്ടെന്ന് നവ്യ ദേവയാനിയോട് പറഞ്ഞു. അങ്ങനെ ചെയ്താൽ പോരാ, ഇവള് ചെയ്യേണ്ടത് ഇവള് തന്നെ ചെയ്യണമെന്ന് ദേവയാനി അന്നേരം പറഞ്ഞു.
എന്നാൽ പിന്നെ ഞാൻ വരുന്നില്ല മോളെ എന്ന് ജലജ. ഛേ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഇങ്ങനെ നിൽക്കുക കേട്ടോ. അഭി അന്നേരത്തിൻ്റെ കണ്ണും മേടിച്ചിങ്ങനെ നിൽക്കുക. പൊയ്ക്കോ, പക്ഷേ നീ പെട്ടെന്ന് തന്നെ ഇങ്ങ് വരണമെന്ന് പറഞ്ഞു. ഞാൻ വന്നോളാം ഏട്ടത്തി എന്നിങ്ങനെ ദേവയാനി എന്ന് പറഞ്ഞപ്പോൾ ഈ ജലജ പറയാം. അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് നവ്യ അന്നേരം അവിടെ നിന്ന് പറയണു. ദേവയാനി ഇങ്ങനെ നോക്കുക കേട്ടോ. രണ്ടടുപ്പ് എരിഞ്ഞുകൊണ്ടിരുന്ന വീടായിരുന്നു ഇത്. അതിപ്പോൾ ഒന്നായി എന്ന് മാത്രമല്ല, എല്ലാവർക്കും അമ്മ തന്നെ വെച്ചു വിളമ്പി കൊടുക്കുന്നുണ്ടല്ലോ എന്നും നവ്യ പറഞ്ഞു. അമ്മയ്ക്ക് അതിൽ കുഴപ്പമൊന്നും ഇല്ലല്ലോ, പിന്നെ നീ എന്തിനാ സംസാരിക്കുന്നേ എന്ന് അഭി നവ്യയോട് ചോദിക്കാം. ഇനിയിപ്പോൾ കുഴപ്പം ഉണ്ടായാലും ഇവള് ചെയ്യേണ്ടതല്ല, ഇവള് തന്നെ ചെയ്തേ പറ്റുള്ളൂ എന്നും ദേവയാനി പറയണു. അപ്പോഴും അമ്മയ്ക്കും മോനും ചങ്കിടിപ്പാട്ടോ. ജോലിക്കാരിയോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇനിയൊന്നും വരണ്ടാന്ന്. ഇവള് തന്നെ എല്ലാം ചെയ്തോട്ടെ, ഇവള് തന്നെ എല്ലാം ചെയ്യുകയും ചെയ്തോളൂ എന്നും പറഞ്ഞു. അത് ബാ ശരി ഞങ്ങൾ പോയിട്ട് വരാമായി എന്നും പറഞ്ഞുകൊണ്ട് അഭി വേഗം തന്നെ അവിടെ നിന്ന് ഊരിപ്പോകാൻ നോക്കുമ്പം, അല്ല ജയിലിൽ കിടക്കുന്ന ആളെ പറ്റി എന്തെങ്കിലും വിവരം ഉണ്ടോടി എന്ന് നവ്യ നയനോട് ചോദിക്കാം. അപ്പം ഇതുവരെ ഇല്ല എന്ന് നയന പറയുമ്പോൾ, അഭി ജയിലിൽ കിടക്കുമ്പോഴേ നീ ആദർശേട്ടനൊപ്പം പുറത്ത് ഒരുപാട് ചുറ്റിക്കറങ്ങിയതായിരുന്നില്ലേ എന്ന് നവ്യ ചോദിക്കുക. അതുകൊണ്ട് എനിക്കിവിടെ വലിയ കുറ്റബോധം ഉണ്ടാവേണ്ട കാര്യമൊന്നുമില്ല എന്നും നവ്യ പറയുന്നു. അപ്പം അതിലെനിക്ക് വിഷമമൊന്നും ഇല്ല ചേച്ചി എവിടെയാണെന്ന് വെച്ചാൽ പോയിട്ട് വരാൻ നയന അന്നേരം പറയാം. പിന്നെ ഞാൻ പറഞ്ഞത് നിനക്ക് ഓർമ്മയുണ്ടല്ലോ അല്ലേ എന്ന് ചോദിച്ചു ദേവയാനി ഈ ജലജോട്. എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ വന്നേക്കണം എന്നും പറഞ്ഞു. ഞാൻ പെട്ടെന്ന് വന്നേക്കാം, ബാ പോകാം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവർ 3 പേരും കൂടെ അങ്ങ് പോകും. അവർ 3 പേരും കൂടെ അങ്ങ് പോയി കഴിഞ്ഞപ്പോൾ പുറത്തേക്ക് വന്നു. അമ്മേ എന്ന് പറഞ്ഞു നവ്യ ഇങ്ങനെ ജലജയെ വിളിച്ചു. നിങ്ങളൊക്കെ എന്തിനാ അവരെ ഇങ്ങനെ പേടിക്കുന്നതെന്ന് നവ്യ ചോദിച്ചു. പോട്ടെ മോളെ, ചില നേരത്തെ നമ്മളെല്ലാവർക്കും കീഴടങ്ങി കൊടുക്കുന്നത് കുറച്ച് നല്ലതാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ആവശ്യം എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നതെന്ന് നവ്യ ചോദിക്കുമ്പം, ഇനിയിപ്പോൾ അതിനെപ്പറ്റി ചർച്ച ചെയ്ത് നല്ലൊരു യാത്രയുടെ സുഖമൊന്നും കളയണ്ട, വന്നേ വാ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവരെയും വിളിച്ചുകൊണ്ട് പോവുകയാണ് അഭി. അവരങ്ങ് പോയി കഴിഞ്ഞപ്പം അവർക്കൊപ്പം കഥകൾ അറിയാതെ ചേച്ചി നിൽക്കുന്നത് എൻ്റെ സങ്കടമെന്ന് ഇവർ പോയതിനെക്കുറിച്ച് ദേവയാനി പറയുമ്പം നയന പറയുവാണ്, അവൾ സന്തോഷിക്കട്ടെ മോളെ, അവളുടെ അവസ്ഥ എന്താണെന്ന് നമ്മൾക്കറിയാവല്ലോ. പിന്നെ അവളെ ഓർത്ത് എനിക്ക് സഹതാപം മാത്രമേ ഉള്ളൂ എന്ന കാര്യം ദേവയാനി പറയുമ്പോൾ എനിക്ക് ചേച്ചിയെക്കുറിച്ച് ഓർക്കുമ്പോൾ പേടി അമ്മയെ തോന്നുന്നതെന്ന് നയന അമ്മയോട് പറയുക. പിന്നെ സത്യങ്ങളൊക്കെ അറിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥയെന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു. അവൾ അഭിയെ കൊല്ലട്ടെ, കൊന്നാലും അതിലൊരു കുഴപ്പമില്ല. നവീനുണ്ടല്ലോ, അവനെ കൊണ്ട് കേസിൽ നിന്ന് നബിയെ നമുക്ക് രക്ഷിക്കാമെന്നും ദേവയാനി പറയുവാണ്. ആദർശേട്ടനെ കുരിക്കിയതിന് പിന്നിലും അബിയുടെ കൈ ഉണ്ടാവുമോ അമ്മേ എന്ന് ചോദിച്ചു നൈന. അവൻ്റെ അച്ഛനും മുത്തശ്ശനും ഒക്കെ അതേ സംശയം തന്നെയാണ് പറയുന്നത്. എന്തായാലും ഇവിടെ ഇപ്പം തുടങ്ങിയ AM ജ്വല്ലറിയാണ് ഗൾഫിൽ നമ്മുടെ പ്രധാന എതിരാളിയായിട്ടുള്ളത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ അവരാണെന്നാണ് പറയുന്നത്. ആ AM ജ്വല്ലറിയുടെ പരസ്യത്തിനാണ് നവ്യ പോയിരിക്കുന്നതും. അതിൻ്റെ പിന്നിലൊക്കെ അഭിയുടെ ബുദ്ധിയാണോ എന്നൊന്നും പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുമ്പം അതിന് ചാർജ് എടുത്തപ്പോൾ തന്നെ അഭിയെ ഒഴിവാക്കി. ആ ഒരു വൈരാഗ്യം അവൻ്റെ ഉള്ളിൽ കിടന്ന് തിളച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുമ്പോൾ തിളച്ചോട്ടെ, അതൊക്കെ അവന് തന്നെ തിരിച്ചടി ആവത്തേ ഉള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നമ്മുടെ നയനയും ദേവയാനിയും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നവർ ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ.